സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഏറ്റവും വേഗമേറിയ ട്രെയിനിലെ യാത്രാവിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് ഇന്തോനേഷ്യയിലെ ലോക്കൽ ട്രെയിനാണ്. ഈ ലോക്കൽ ട്രെയിനിൽ കയറിയിട്ട് വേണം വൂഷിൻ്റെ മെയിൻ സ്റ്റേഷനിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഇന്ത്യൻ ട്രെയിനായിട്ട് വലിയ സാമ്യം കാര്യങ്ങളൊക്കെ ഈ ഒരു ട്രെയിനുണ്ടെങ്കിലും പല കാര്യങ്ങൾക്കും വലിയ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത് വലിയൊരു വ്യത്യാസമാണ് ഈ ക്ലെൻലിനെസ് എന്ന് പറയുന്നത്. എനിക്ക് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നില്ലേ? നമ്മളെ നാട്ടിലെ ട്രെയിൻ പോലെയല്ല, ഭയങ്കര ക്ലെൻലിനെസ്സാണ്, ഭയങ്കര നീറ്റ്നെസ്സാണ് കേട്ടോ. കൂടാതെ ഇതിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലെഗ് സ്പേസ് ആണ്. കാണിച്ചു തരാവേ. ഇതാണ് ലെഗ് സ്പേസ്. ഭയങ്കര ലെഗ് സ്പേസ് അല്ലേ? നമുക്ക് എത്ര കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. നമ്മൾ വലിയ ട്രെയിനും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ട് യാത്ര ചെയ്ത് തുടങ്ങുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു ട്രെയിൻ യാത്രയിൽ മനസ്സിലാക്കിയില്ല കേട്ടോ. ഭയങ്കര സാറ്റിസ്ഫാക്ഷനായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഈ സ്റ്റേഷൻ്റെ പേര് പടലറാങ് എന്നാണ് കേട്ടോ. ആ സ്റ്റേഷനിൽ നിന്ന് വേണം നമുക്ക് വൂഷിൻ്റെ ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പം ആ ട്രെയിൻ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോവുകയാണ്. സോ ആ യാത്രയിലാണ് ഇതാണ് ഞാൻ വന്നിറങ്ങിയ ആ ലോക്കൽ ട്രെയിന്. എന്ത് ഭംഗിയല്ലേ കാണാൻ. എത്ര നീറ്റായിട്ടാണ് ആ പ്ലാറ്റ്ഫോമൊക്കെ അവർ വെച്ചിരിക്കുന്നത്. ഈ ഞാൻ നേരെ മുന്നിൽ ഓടുവാണേ. ടിക്കറ്റിൻ്റെ അവൈലബിലിറ്റി പ്രശ്നം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ പോകുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലാണ് ടിക്കറ്റിൻ്റെ കൗണ്ടർ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് ചൂസ് ചെയ്തു. ലിഫ്റ്റിൻ്റെ അകത്തു നിന്നാണ് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകുന്നത്. പിന്നെ ടിക്കറ്റിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു. നമ്മൾ കാർഡ് കൊടുത്ത് ടിക്കറ്റ് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ ആ സ്ക്രീൻ നോക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ട്രെയിനിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. ഇതാണ് ഞങ്ങൾ പർച്ചേസ് ചെയ്ത 2 ടിക്കറ്റ്. സ്റ്റേഷനിലെത്തി. ഏഷ്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നത്. പടലറാങ് എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. സോ ഞാൻ ഓൾറെഡി ടിക്കറ്റ്സ് ഒക്കെ ബൈ ചെയ്തു. നമ്മുടെ നാട്ടിലത്തെ ഏകദേശം 2500-2600 രൂപയുടെ അടുത്ത് വരും ഒരാൾക്ക് ടിക്കറ്റിന് വേണ്ടി. മുകളിലേക്കുള്ള ടിക്കറ്റ്സൊക്കെ അവൈലബിൾ ആണ്. അതിനനുസരിച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും അതിലുള്ള ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവും. സോ നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ അകത്തും ട്രാവൽ ചെയ്യുന്നത്. സോ അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആട്ടോ. കാരണം ഇതിലും ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ എന്താ പറയുക, എക്കോണമി ക്ലാസ് അല്ലെങ്കിൽ AC ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പ്രീമിയം ലോഞ്ചസും കാര്യങ്ങളാണ്. നമുക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. ഞാനതൊക്കെ കണ്ടിട്ടില്ല. ഇന്തോനേഷ്യയിൽ വന്നിട്ട് ഇത്ര കാലമായിട്ടാണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഈ വൂഷ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ നടക്കുവാണ്. ട്രെയിൻ വന്നിട്ട് 10:23-നാണ്. സോ അവർ പറഞ്ഞിരിക്കുന്നത് 10:05-ന് നമ്മൾ ചെക്കിൻ ചെയ്യണം, ബോർഡിങ് ചെയ്യണം എന്നാണ്. സോ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാം സ്റ്റേഷനിലേക്ക്, അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമിലേക്ക് പോവുകയാണ്. സോ ട്രെയിനിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പം അത്ര വലിയ എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളൊന്നും സാധാരണഗതിയിൽ ഉണ്ടാവാറില്ല. പക്ഷേ ഇതൊരു ഫാസ്റ്റസ്റ്റ് ട്രെയിൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഇത് നമ്മുടെ മനസ്സിലിങ്ങനെ കിടക്കുന്നുണ്ടല്ലോ. സോ അതിൻ്റെ സ്റ്റേഷൻ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അതൊക്കെ എങ്ങനെയായിരിക്കും, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. സോ അതിന് വേണ്ടിയിട്ട് അങ്ങനെ കടന്നു. ഇതാണ് സ്റ്റേഷൻ. ഇവിടെ കുറേ ഫുഡിൻ്റെ ബാക്സോ ഫുഡ് ഇതാണോ, ഇന്തോനേഷ്യൻ ഫുഡ്സാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. നാസി ഗൊറങ്. ഈ നാസി ഗൊറങ് എന്ന് പറയുന്നത് നമ്മളെ ഫ്രൈഡ് റൈസ് ആട്ടോ, ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. സ്നാക്സ്, ഫുഡ്, പിന്നെ ഇവിടെ ATM കൗണ്ടേഴ്സൊക്കെ ഉണ്ട്, കണ്ടല്ലേ? ATM കൗണ്ടേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ വൂഷിൻ്റെ ഇതാണ് എൻട്രൻസ്. ഇവിടെ നമ്മൾ നോർമലി ഫ്ലൈറ്റ് എടുക്കുന്ന സമയത്ത് സെക്യൂരിറ്റി ചെക്ക് ഇൻ ചെയ്യുന്ന പോലെ വൂഷ് ട്രെയിനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നമുക്കിവിടെ വൂഷ് ട്രെയിൻ കാണാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ടോട്ടൽ വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വേണ്ട, വൂഷ് എഴുതിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കാണുന്നുണ്ടല്ലോ അല്ലേ? സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബാഗ് കളക്ട് ചെയ്യുകയാണ്. നമ്മൾ ഉള്ളോട്ട് എൻട്രി ചെയ്തു. ഇവിടെ നമുക്ക് കുറേ ഇങ്ങനെ കടകളൊക്കെ കാണാം. ഡ്രസ്സിൻ്റെ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, കുട്ടികൾ ഇവിടെ കളിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഭയങ്കര സെറ്റപ്പ് സംഭവമാണ്. കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് എൻ്റർടൈൻമെൻറ്റ് പോലെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ LED വാളിൽ നമുക്ക്
ട്രെയിനിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. സോ നമുക്കവിടെ കാണാൻ പറ്റും ട്രെയിനിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ. സോ പാസഞ്ചേഴ്സ് ഓൾറെഡി ഇവിടെ ബോർഡ് ചെയ്ത് നിൽക്കുവാണ്. സോ ബോർഡിങ്ങിനായിട്ട് വേണ്ടി നിൽക്കുവാണ്. LED സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ട്രെയിൻ എവിടെ എത്തി, ഏത് സമയത്താണ് നമ്മൾ ബോർഡിങ് ചെയ്യുന്നതെന്നൊക്കെ. പ്ലാറ്റ്ഫോമിലേക്ക് കയറി കഴിഞ്ഞു. ആക്ച്വലി 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ ഉള്ളത്. നമ്മളിപ്പം ഉള്ളത് 1ാമത്തെ പ്ലാറ്റ്ഫോമിലായതുകൊണ്ട് 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് ഇനി കടക്കണം. സ്റ്റെപ്സും ഉണ്ട് കേട്ടോ, രണ്ടുമുണ്ട്. സ്റ്റെപ്സും ഉണ്ട്, എസ്കലേറ്ററും ഉണ്ട്. സോ ഐ ചൂസ് എസ്കലേറ്റർ. So cute. Penumpang yang untuk keselamatan bersama, mohon untuk tidak berdiri. Yes, sure. Here is in coach 5, here is seat number 10F, here is number 6, and then 5 over here please. Okay, thank you. My pleasure. Please enjoy. ഒരു കാര്യത്തിൽ ഭയങ്കര റെസ്പെക്ട്ഫുള്ളി ആയിട്ടാണ് നമ്മളടുത്ത് സംസാരിക്കുക. നമ്മൾ ഫോറിനറാണെന്നോ അങ്ങനെയൊന്നുമല്ല. അവരുടെ ഡ്യൂട്ടി വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്തോനേഷ്യയിൽ വന്ന കാലം മുതൽ ആഗ്രഹിക്കുന്നതാണ് ഈ ഒരു ട്രെയിനിൽ കയറാൻ വേണ്ടിയിട്ട്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ഈ ട്രെയിൻ കാണുന്നത് മുതലേ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സോ ഇതിൻ്റെ അകത്ത് കയറി അതിൻ്റെ ഉള്ളിലൊക്കെ എക്സ്പ്ലോർ ചെയ്യണം, എങ്ങനെ അതിനുള്ളിലെ യാത്ര എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയ്ക്ക് ആകാംക്ഷയോടെയാണ് ഞാനിപ്പോൾ യാത്ര തുടരുന്നത്. എന്ത് നീളോ, എന്ത് ഭംഗി, എന്തൊരു കംഫർട്ടബിളാണ്. നമ്മൾ ഇന്ത്യയിലും ഉണ്ടെന്ന് പറയുന്നു. ഞാൻ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല. അതിനുള്ളിലെ സ്റ്റാഫാണെങ്കിലും എന്ത് ഭംഗിയായിട്ടാണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ഇതാണ് വൂഷിൻ്റെ ഉൾഭാഗം. ഞങ്ങളുടെ 10D10F ആയിരുന്നു. ഞാനങ്ങ് നടന്നു പോയി. ബട്ട് ഞാനാണ് ആ സീറ്റ് കണ്ടുപിടിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ സ്പേസ്. ഇവിടെയാണ് നമ്മൾ ഇരിക്കാൻ വേണ്ടി പോകുന്നത്. പെട്ടെന്ന് ഈ ട്രെയിൻ ഭയങ്കര ഫാസ്റ്റിലാട്ടോ മൂവ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ 327 km/h ഈ ഒരു ട്രെയിൻ ട്രാവൽ ചെയ്യുന്നത്. എന്ത് ഭംഗിയാണെന്ന് നോക്കി പുറത്തേക്കുള്ള കാഴ്ചകൾ. കാരണം ബയോഡൈവേഴ്സിറ്റി നേഷൻ്റെ 2ാം സ്ഥാനമാണെന്ന് തോന്നുന്നു ഇന്തോനേഷ്യ. സോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ, ഒരു രക്ഷയില്ല. ഞാൻ അതിനിടയ്ക്ക് യാത്രയുടെ ഇടയിൽ തന്നെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കൗണ്ടറിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് ഉള്ളത് എന്നൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്തു. അവരെനിക്കിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ്. സോ ഇതിനുള്ളിലൊക്കെ ക്രീം വിത്ത് ചോക്ലേറ്റ് ഒക്കെ വരുന്നതുകൊണ്ട് ഞാൻ അത്ര പ്രിഫർ ചെയ്തില്ല. പിന്നെ ബനാന മഫിൻസ്, പിന്നെ പ്രിങ്കിൾസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ മൊത്തം ഉണ്ടായിരുന്നു. ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ അവിടെ. സ്റ്റാഫൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. ഞാൻ അവരുടെ അടുത്ത വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുമായിരുന്നു. കണ്ടില്ലേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഈ ട്രെയിനിൻ്റെ പ്രത്യേകത സെൻസറായിട്ടുള്ള ഡോറാണ്. നമ്മൾ പിന്നെ ഡ്രാഗ് ചെയ്യാനോ പുഷ് ചെയ്യാനോ പുൾ ചെയ്യാനോ ഒന്നും നിൽക്കണ്ട. നല്ല കംഫർട്ടബിൾ സീറ്റും കാര്യങ്ങളൊക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആകെ ഒരു 30 to 40 മിനിറ്റ്സിൻ്റെ ട്രാവൽ മാത്രമേ ഉള്ളൂ. എങ്കിലും കംഫർട്ടബിളായിട്ട് നമുക്കിരിക്കാനും യാത്ര ചെയ്യാനും പറ്റുന്ന വലിയൊരു ഫെസിലിറ്റി തന്നെയാണ് ഇവർ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ലെഗ് സ്പേസും സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും കണ്ടില്ലേ, 3/2 ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഒരു ലൈനിൽ 5 സീറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. കണ്ടില്ലേ അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇപ്പം കറണ്ട് സ്പീഡ് എന്ന് പറയുന്നത് 327 ആണ്, km/h ആണ് ട്രെയിൻ ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ബാക്കി ഇതൊക്കെ ഉണ്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ക്യാമറ എടുത്തുകൊണ്ട് ഞാനിങ്ങനെ നടന്നങ്ങ് പോയത്. അപ്പം അവിടെ ഈ ക്ലീനിങ്ങിനും കാര്യങ്ങളായിട്ടുള്ള ഒരു പയ്യൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നല്ല ചിരി കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളൊരു പുറം രാജ്യക്കാരാണെന്ന് കാണുമ്പോൾ അവർക്ക് ഒരു ചിരി കൂടുതലാണ്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ സാഹിബിനൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അയ്യോ സാഹിബ് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ, അതേ ഒരു അവസ്ഥ തന്നെയാണ് അവർക്കും ഉണ്ടായിരുന്നത്. കാരണം ഭാഷ വലിയൊരു വിഷയം തന്നെയായിരുന്നു. എനിക്ക് വേണ്ടി ആ കൊച്ചു മാറി നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു പൊക്കോളൂ, ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പം ആ കുട്ടി അങ്ങ് പോവുമായിരുന്നു. എന്ത് ഭംഗിയായാലും ഈ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും. ഇനി ആ ജനാലയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്ന വ്യൂ എന്താണെന്നുള്ളത് കാണാവേ. അതിനു മുന്നേ ഇത് ലഗേജൊക്കെ വെച്ച് ലോക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസാണ്. നമ്മൾ വലിയ ട്രോളി ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് കംഫർട്ടബിളായിട്ട് സീറ്റിലിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ലഗേജസ് കാര്യങ്ങളൊക്കെ ഇവിടെ
സ്റ്റാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് കംഫർട്ടബിളായിട്ട് നമുക്ക് സീറ്റിൽ പോയിരിക്കാൻ പറ്റും. നമുക്ക് ഈ ഡോറിന് പുറത്തേക്കുള്ള വ്യൂ കാണുമ്പോൾ ഭയങ്കര ഭംഗിയാട്ടോ. ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല ആ വലിയ മലനിരകൾക്കിടയിലൂടെ നല്ല ഫാസ്റ്റായിട്ട് ഓടുന്ന ട്രെയിനിൽ ഇരിക്കുന്ന ഒരു അനുഭൂതി ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് ഇന്തോനേഷ്യയിൽ വന്നിട്ട് ഈ ഒരു ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് തന്നെ ഞാൻ പറയും. ഭയങ്കര എന്താ പറയുക, കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. ഞാൻ വെച്ചാൽ ഭയങ്കര നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഇതിനുള്ളിൽ വേറെ എന്തൊക്കെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയ സമയത്താണ് സീറ്റിൻ്റെ പിറകിലായിട്ട് അവരിങ്ങനെ 2 കാർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കണ്ടത്. ഇത് ഈ ട്രെയിനിനെ കുറിച്ചിട്ടുള്ള അതിൻ്റെ സുവനീർ കാര്യങ്ങളൊക്കെയാണ്. വാട്ടർ ബോട്ടിൽസ്, കീ ചെയിൻ, ടീഷർട്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിൽ ഉണ്ട് എന്നുള്ളത് കാണിക്കുന്നു. ഇത് നമ്മൾ വൊമിറ്റിംഗ് ടെൻഡൻസിയുള്ള ആളുകൾക്ക് യൂസ് ചെയ്യാനുള്ള കവറാണ്. പിന്നെ ഒരു മെനു കാർഡ് ഉണ്ട്. നമ്മൾ നേരത്തെ കണ്ട കൗണ്ടറിൽ നിന്ന് ഫുഡ് മേടിക്കാനുള്ളതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മെനു കാർഡ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇൻഡോമാർട്ടിൻ്റെ ആണ്. ഇൻഡോമാർട്ടാണത് റൺ ചെയ്യിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൊള്ളാം. അതുപോലെ തന്നെ ഫ്ലൈറ്റിലൊക്കെ കാണുന്ന പോലെ തന്നെ നമുക്കിവിടെ നമ്മുടെ ട്രെയിനിലും ഉണ്ട്. നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലാപ്ടോപ്പ് വെച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രേ ഉണ്ട്. ആ ട്രേ അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ട്രേ. നമുക്കിവിടെ ചായ കാര്യങ്ങളൊക്കെ വെക്കാനും അതുപോലെ തന്നെ കണ്ടില്ലേ 2 സീറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസാണ്. പിന്നെ ഞങ്ങൾ ഈ ഒടുനീളമുള്ള യാത്രയിൽ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുഡിനെ കുറിച്ചിട്ടും യാത്രയെക്കുറിച്ചിട്ടും പുറത്തോട്ട് കാഴ്ചകളെ കുറിച്ചിട്ടും ഒരുപാട് കാലത്തെ ആഗ്രഹം സഫലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. പുറത്തുനിന്നുള്ള കാഴ്ചകളാണ് പടുകൂറ്റ് നമ്മുടെ സന്തോഷ് കുളങ്ങര പറയുന്ന പോലെ ചുറ്റുമുള്ള കെട്ടിട സമുച്ചയങ്ങൾ, അമ്പരച്ചുംബികൾ എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു. എന്തായാലും യാത്രയുടെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുന്നുണ്ട്. കാരണം നമ്മൾ സ്റ്റേഷനിലേക്ക് റീച്ചായി തുടങ്ങി. ഹാലിം സ്റ്റേഷനിലേക്കാണ് ഞങ്ങൾ ട്രാവൽ ചെയ്തത്. സോ ഹാലിമിൽ എത്തുന്നതോട് കൂടിയിട്ട് ഊഷിൻ്റെ യാത്രാ എക്സ്പീരിയൻസ് അവിടെ എങ്ങനെ അങ്ങ് കഴിയാനുള്ള ഇതിലേക്ക് എത്തി തുടങ്ങിയിരുന്നു. ഇതാണ് ഹാലിം സ്റ്റേഷൻ. സത്യം പറയും ഒറ്റ മനുഷ്യനും കാണാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആരും ഈ ഊഷ് എക്സ്പീരിയൻസ് ചെയ്യുന്നില്ലേ. കാരണം സ്റ്റേഷനിലേക്ക് നോക്കിയിട്ട് ആരും കാണുന്നില്ല. അപ്പോഴാണ് കണ്ടത് അവിടെ ഒരു ഊഷുകുട്ടനെ അവിടെ നിർത്തിയിട്ടേക്കുന്നത്. നമ്മുടെ നാട്ടിലെ ട്രെയിനൊക്കെ, ലോക്കൽ ട്രെയിനൊക്കെ നിർത്തിയിടുന്ന പോലെ അടുത്ത് കാണാൻ പറ്റുന്ന വലിയൊരു സൗഭാഗ്യമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഉള്ളോട്ടേക്ക് എത്തി. നമ്മളത് വണ്ടി സ്റ്റോപ്പായ സമയത്ത് ഊഷ് ട്രെയിൻ അവിടെ നിർത്തിയ സമയത്താണ് മനസ്സിലായത് ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടിനെ പോലെ തോന്നിക്കുന്ന സെറ്റിങ്സും കാര്യങ്ങളും അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ലഗേജസും കാര്യങ്ങളൊക്കെ എടുത്ത് ഞങ്ങൾ വെളിയിൽ അങ്ങോട്ട് ഇറങ്ങി. അപ്പോഴും അവർ നമുക്ക് വലിയ രീതിയിൽ വെൽക്കം ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയും ട്രാവൽ ചെയ്യണമെന്ന് പറയുന്നുണ്ടായിരുന്നു. പുറത്തേക്ക് ഇറക്കിയപ്പോൾ എൻ്റെ സാറേ പിന്നെ ഒന്നും ഭയങ്കര വേറെ ഇത് ലോകത്തൊക്കെ ചെന്ന പോലെ ഭയങ്കര ഒരു എന്താ അതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമാട്ടോ. പിന്നെ ഇവിടുത്തെ ആളുകൾ ഭയങ്കര ഇതാട്ടോ, ഭയങ്കര ടോക്കറ്റീവാണ്. പക്ഷേ ഭാഷയുടെ വലിയൊരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്കിപ്പ് ചെയ്താണ്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഊഷ് ട്രെയിൻ ഒന്ന് തൊടണം, അതിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ ഒന്ന് കാണണം എന്നുള്ളത്. ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. ഒരുപാട് കാലത്തിന് ശേഷമാണ് എന്താ പറയുക ഇങ്ങനെ ഒരു സാഹചര്യം കിട്ടുന്നത്. ഭയങ്കര സൗണ്ടാട്ടോ. കാരണം ഇവരിങ്ങനെ അനൗൺസ് ചെയ്യുന്നതിനുണ്ട്. ഞാനിവിടെ ഉണ്ട് ഇഷ്ടമാണ് ഞാൻ കണ്ടത്. എത്തി നമുക്കിവിടെ ഇതിൻ്റെ ഈ ട്രെയിൻ ഓടിക്കുന്ന ലോക്കോ പൈലറ്റ്സിൻ്റെ അവിടെ കാണാം. ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ. സ്റ്റേഷനിൽ നിന്ന് എക്സിറ്റ് ആവുന്ന ഒരു ഇൻഫോണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഞാൻ ട്രെയിനിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അവരുടെ സുവനീർ കാര്യങ്ങളൊക്കെ അവർ വിൽക്കുന്നൊരു സ്റ്റോറ് അവിടെ തന്നെ സ്റ്റേഷനിൽ തന്നെ ഉണ്ടെന്ന്. സോ ആ ഒരു സ്റ്റോറിലേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കയറി. കാരണം എനിക്ക് ഈ സുവനീർ കളക്ട് ചെയ്യുന്നത് വലിയൊരു ക്രേസ് ഉണ്ട്. അപ്പോൾ ഊഷ് യാത്ര ഒരിക്കലും ഞാൻ മറക്കാൻ പാടില്ലാത്തൊരു സംഭവമായതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നൊരു സുവനീർ മേടിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് ടൈപ്പ് ഓഫ് ഉണ്ട് കേട്ടോ. ക്ലോത്തിൻ്റെ ബാഗ്, ഷൂസ്, പിന്നെ വാട്ടർ ബോട്ടിൽ, പിന്നെ കീ ചെയിന്, മാഗ്നറ്റിക് മറ്റേ ഫ്രിഡ്ജിൻ്റെ മുകളിലൊട്ടിക്കുന്ന മാഗ്നറ്റ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ
ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ അങ്ങനെ വലിയ രീതിയിലുള്ള സംഭവമൊന്നും വേണ്ട, എനിക്ക് ജസ്റ്റ് ഒരു സുവനീർ മതി എന്നുള്ളത് കൊണ്ട് ഞാനൊരു കീ ചെയിൻ ചൂസ് ചെയ്തു. ബട്ട് ഞാൻ എനിക്ക് വേണ്ടിയല്ല മേടിച്ചത്, ഞാൻ ഇച്ചാന് വേണ്ടിയാണ് മേടിച്ചത്. സോ ഇച്ചായൻ ജസ്റ്റ് ഒന്ന് കയറി, ഇച്ചാന് വലിയ ക്രേസ് ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഞാൻ അവിടെ പർച്ചേസ് ചെയ്യുന്ന കണ്ടപ്പോൾ ഇച്ചായൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ആ സമയത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ നോക്കിയുണ്ട്, ബോട്ടിൽസ് കണ്ട് എന്നോ ഫിനിഷിങ്. ബട്ട് അതിന് മുകളിലവരുടെ പരസ്യവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് പർച്ചേസ് ചെയ്യാൻ നിന്നില്ല. സോ അതിന് നല്ലത് നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള മേടിക്കുന്നില്ല, നമ്മളായിട്ട് എന്തിനാണ് വെറുതെ അവർക്കൊരു ഇതുണ്ടാക്കി കൊടുക്കുന്നത് എന്ന് കരുതിയിട്ടാണ് ഞാനതൊന്നും മേടിക്കാതിരുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒരു കീ ചെയിൻ, അതെനിക്ക് ഇപ്പം കീസോ കാര്യങ്ങളോ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല, എന്നാലും വെറുതെ ഒരു സുവനീർ, ഞാൻ ഇന്ന സമയത്ത് ഇന്ന യാത്ര ചെയ്തിരുന്നോ എന്ന് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതൊരു മെമ്മറി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു കീ ചെയിൻ മേടിച്ചത്. ഞാൻ മേടിച്ച കീ ചെയിൻ ഇപ്പോൾ കാണിച്ചതാവേ. ഞാൻ മേടിച്ച കീ ചെയിൻ ഇതാണ്, യൂഷ് എക്സ്പീരിയൻസ് പറയുന്ന നല്ല ക്യൂട്ട് കീ ചെയിൻ. ഇത് നമുക്ക് ഈ ചൈന ഗിഫ്റ്റ് കൊടുക്കാതെ അങ്ങനെ ചെറിയ യാത്രയുടെ വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ.